ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗമാണ്. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഒരുപാട് നമുക്ക് സുപരിചിതമായിട്ടുള്ള വസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബലൂൺ, കസേര, അത് തന്നെ പ്ലാസ്റ്റിക് കസേരയുണ്ട്, ചൂരൽ കസേരയുണ്ട്, വാതിൽ, ജാറ്, കയറ്, ടയറ്, ഹാമറ്, കലങ്ങൾ, പാത്രങ്ങൾ, ബക്കറ്റ്, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന വസ്തുക്കളെ നമുക്കൊന്ന് പട്ടികപ്പെടുത്തണം. ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കിയാലോ? എന്താണ് ഈ പട്ടികയിൽ തന്നിട്ടുള്ളത്? പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ കൊണ്ടുള്ളവ, മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ കൊണ്ടുള്ളവ, ഇങ്ങനെ 2 കോളം തന്നിട്ടുണ്ട് അല്ലേ? പ്രകൃതിജന്യ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നാച്ചുറലി കിട്ടുന്നത്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന സംഭവങ്ങളാണ് പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ. മനുഷ്യനിർമ്മിത പദാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തവ. അപ്പോൾ ഇതിലേതൊക്കെയാണ്? വാതിൽ, മരം കൊണ്ടാണ് വാതിൽ ഉണ്ടാക്കിയത്. മരം ഒരു പ്രകൃതിജന്യ വസ്തുവാണ്. ബലൂൺ, റബ്ബർ കൊണ്ടുള്ള ബലൂൺ. കസേര, ചൂരൽ കൊണ്ടുള്ളത്. ചുറ്റിക, ഇരുമ്പ് കൊണ്ടുള്ളത്. പാത്രങ്ങൾ, അലുമിനിയം കൊണ്ടുള്ളത്. കയറ്, ചകിരി കൊണ്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് റബ്ബറൊക്കെ നാച്ചുറൽ റബ്ബറും ഉണ്ട്, സിന്തറ്റിക് റബ്ബറും ഉണ്ട്. ഓക്കെ, നാച്ചുറൽ റബ്ബർ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ റബ്ബർ പാലില്ലേ, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. സിന്തറ്റിക് റബ്ബർ, ഇപ്പോൾ ടയറൊക്കെ നല്ല ഹാർഡ് സംഭവങ്ങളൊക്കെയാണ്, നല്ല കട്ടി വേണം, കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ടൈപ്പൊക്കെ ആകുമ്പോഴേക്കും നമ്മളതെന്ത് ചെയ്യും? നമ്മൾ കുറച്ച് അതിൽ മാറ്റമൊക്കെ വരുത്തി മനുഷ്യനിർമ്മിതമാക്കി മാറ്റാറുണ്ട്. ഓക്കെ, ഭരണി. ഇനി മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ കൊണ്ടുള്ളത് ഭരണി. ഭരണി ഗ്ലാസ്സാണ്. ഗ്ലാസ് ഒരിക്കലും നമുക്ക് നാച്ചുറലി കിട്ടുന്നൊരു സംഭവമല്ല. അതായത് ലോഹങ്ങളൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ കയറ്, ചകിരി കൊണ്ട് നമ്മൾ കയറുണ്ടാക്കും, പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കയറുണ്ടാക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്, ഗ്ലാസ്, ചില റബ്ബേഴ്സ്, ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്, സിന്തറ്റിക്കാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം. അപ്പോൾ ഭരണി ഗ്ലാസ് കൊണ്ടുള്ളത് മനുഷ്യനിർമ്മിതമാണ്. ടയർ, റബ്ബർ കൊണ്ടുള്ളത് മനുഷ്യനിർമ്മിതമാണ്. കസേര, പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് മനുഷ്യനിർമ്മിതമാണ്. ചൂരൽ കൊണ്ടുള്ളത് പ്രകൃതിജന്യമാണ്. ബക്കറ്റ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. കയറ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. ബാക്കിയുള്ളവർ എന്താണ്? പ്രകൃതിജന്യമാണ്. അപ്പോൾ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് പദാർത്ഥ രസതന്ത്രം? കെമിസ്ട്രിക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? കുറേ ശാഖകളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന, റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് പദാർത്ഥ രസതന്ത്രം. അപ്പോൾ നമ്മളുടെ ജീവിതം സുഖകരമാക്കാൻ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പദാർത്ഥങ്ങൾ നിർമ്മിക്കുക, ആ ഒരു ഏരിയയാണ് ഈ ഒരു പദാർത്ഥ രസതന്ത്രം എന്ന് പറയുന്നത്, മെറ്റീരിയൽ കെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പദാർത്ഥമാണ് ആര്? ഗ്ലാസ്. അപ്പോൾ ഗ്ലാസിനെ കുറിച്ചിട്ടാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രം 15.2-ൽ. ഒരുപാട് ഉണ്ടല്ലേ. കണ്ണാടിയുണ്ട്, ചില്ല് കൊണ്ടുള്ള ജാറുണ്ട്, ഗ്ലാസ് പ്രിസമുണ്ട്. ഈ ത്രികോണത്തിൽ കാണുന്നതാണ് ഗ്ലാസ് പ്രിസം. ഈ ഒരു സംഭവമാണ് കേട്ടോ ഗ്ലാസ് പ്രിസം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ജനൽ പാളിയുണ്ട്, ലെൻസുകളുണ്ട്, വാഹന വിൻഷീൽഡ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ബീക്കറുണ്ട്. ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ അവിചാരിതമായി കണ്ടെത്തിയ സുതാര്യ വസ്തു. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കഥ ഒന്ന് നോക്കിയാലോ? ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എങ്ങനെ വന്നു? നമുക്കൊന്ന് നോക്കിയാലോ? പുരാതന നാഗരികമായ ഫിനീഷ്യൻ നാവികർ അലക്കുകാരം നിറച്ച കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. നദിയുടെ തീരത്തെ മണലിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു. അടുപ്പ് കൂട്ടാൻ കല്ല് കിട്ടാതെ വന്നപ്പോൾ കപ്പലിലിരുന്ന അലക്കുകാരത്തിൻ്റെ, അതായത് സോഡിയം കാർബണേറ്റിൻ്റെ കട്ടകൾ ഉപയോഗിച്ച് തീ കൂട്ടിയത്രേ. അപ്പോൾ അടുപ്പിൽ നിന്നും സുതാര്യമായ കട്ടിയുള്ള ഒരു ദ്രാവകം ഒഴുകി വന്നു.
ഇത് ഗ്ലാസ് ആയിരുന്നു. ഫിനീഷ്യക്കാർ ഇതിന് നിറങ്ങൾ നൽകി മറ്റ് സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി എന്നും പറയപ്പെടുന്നു. കഥ സത്യമായില്ലെങ്കിലും നമുക്ക് ആവശ്യം എന്താണ്? ഗ്ലാസിൻ്റെ ഡെഫിനേഷനാണ്. എങ്ങനെ ഗ്ലാസ് വന്നു? മണലിലടങ്ങിയ സിലിക്കൺ ഡയോക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ആക്ച്വലി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കല്ല് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് തട്ടിക്കൂട്ട് അടുപ്പുണ്ടാക്കുമല്ലോ, ആ അടുപ്പിന് വേണ്ടിയിട്ടുള്ള കല്ലായിട്ട് അവർ കൊണ്ടുപോകുന്ന സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന നമ്മളുടെ അലക്കുകാരം അവർ കട്ടയായിട്ട് യൂസ് ചെയ്തു. അവർ തീ കത്തിച്ചു, ഫുഡ് ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടിയുള്ള സുതാര്യമായിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആണ്, അതായത് ഗ്ലാസ് ഉള്ളിലൂടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, പ്രകാശത്തെ കടത്തി വിടുന്നവരല്ലേ സുതാര്യം. അപ്പോൾ അങ്ങനെ ഒരു വസ്തുവിനെ അവർ കണ്ടു. അത് കണ്ട സമയത്ത് അവർ അതിലേക്ക് കുറച്ച് നിറങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് കയറ്റുമതിയൊക്കെ ചെയ്തു. അതായത് ഒഫീഷ്യലി ഗ്ലാസിൻ്റെ ലോഞ്ച് അവിടെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് മണലിൽ അടങ്ങിയിരിക്കുന്ന നമുക്ക് വേണ്ട സംഭവം ഗ്ലാസ് എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ മണലിൽ അടങ്ങിയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹലവണം, ഇവിടുത്തെ ലോഹലവണമാണ് ഏതാണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം ഒരു ലോഹമല്ലേ, അപ്പോൾ അതുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാവുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്ലാസുകൾ ഒരേ തരത്തിലുള്ളതാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ ഭരണിയുണ്ട്, കണ്ണാടിയുണ്ട്, ബീക്കറുണ്ട്, നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ ഉണ്ടാകുന്ന ബീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വസ്തുക്കളുണ്ട് അല്ലേ. ഇതെല്ലാം ഗ്ലാസ് എന്ന് പറയുന്നൊരു സംഭവം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ എല്ലാം ഒരേ തരത്തിലുള്ള ഗ്ലാസ് ആണോ? അല്ല, ഡിഫറെൻറ്റ് ഗ്ലാസ്സുകളാണ്. നിങ്ങൾ ഈ ആക്സിഡൻ്റൊക്കെ നടക്കുന്ന സമയത്ത് അപകടത്തിൽ തകർന്ന വാഹനങ്ങളുടെ ചില്ലുകൾ കണ്ടിട്ടില്ലേ? ചിലതിങ്ങനെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ചില്ലുകളുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ചില്ലുകളുണ്ടാവും. മിസ് നോട്ട് പറഞ്ഞ് തരുന്ന സമയത്ത് അതിൻ്റെ ഒരു പിക്ചറും ആഡ് ചെയ്യണ്ടേ, നിങ്ങൾ നോക്കണം. സോ അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിഡൻറ്റിന് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ ആഘാതം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സുകൾ സഹായിക്കാറുണ്ട്. അപ്പോൾ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ മെയിനായിട്ട് ലാമിനേറ്റഡ് ഗ്ലാസ് ഉണ്ട്, ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്. ഇത്തരം ഗ്ലാസ്സുകളാണ് നമ്മൾ വാഹനത്തിൽ യൂസ് ചെയ്യാറ്. ഇനി ലക്ഷറി വാഹനങ്ങൾ നിങ്ങൾക്കറിയാലോ, അതിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ ചില്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ലാമിനേറ്റഡ് ഗ്ലാസും ടെമ്പേർഡ് ഗ്ലാസ്സുമാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്? വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഫോണോ? നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമല്ലേ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പേരെന്താണെന്നറിയോ? യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് ആണ്. നമുക്കറിയാം, ഫോണിൽ പെട്ടെന്ന് വീണാൽ സ്ക്രാച്ച് വരാത്ത ടൈപ്പ്. ഇനി നമ്മൾ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഡിസ്പ്ലേയിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ഗൊറില്ല ഗ്ലാസ്സുകളാണ് കേട്ടോ. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, നല്ല ക്ലാരിറ്റി തരും, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉള്ളതാണ് ഗൊറില്ല ഗ്ലാസ്. ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ചിലതരം ഗ്ലാസ്സുകളും അവയുടെ ഉപയോഗങ്ങളും പ്രധാന ഘടകങ്ങളും പട്ടികയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്, ഉപയോഗം, ഘടകം, ഇതിൽ കുറച്ച് വിട്ട ഭാഗത്ത് നമ്മളോട് പൂരിപ്പിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഏതാണ്? ഫസ്റ്റ് ഗ്ലാസ് സോഡ ലൈം ഗ്ലാസ് ഓർ സോഫ്റ്റ് ഗ്ലാസ്. ഇതിൻ്റെ ഉപയോഗം എന്താണ്? കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഗ്ലാസ്സുകളിലൊക്കെ ബോട്ടിൽ, കണ്ണാടി, ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് സോഡ ലൈം ഗ്ലാസ് ഓർ സോഫ്റ്റ് ഗ്ലാസ് ആണ്. അതിലുള്ള പ്രധാന ഘടകങ്ങൾ നമുക്കറിയാം. ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ സിലിക്ക എന്ന് പറയുന്ന സംഭവം എന്തായാലും ആണ്. പിന്നെ സോഡിയം ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. ഇനി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉണ്ട്. ബോറോസിലിക്കേറ്റ് ലബോറട്ടറി ഉപകരണങ്ങൾ, പാചക പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകൾ. അപ്പം ഒബ്വിയസ്ലി അതെന്തായിരിക്കും? ഈ ഹീറ്റ് റെസിസ്റ്റൻ്റ് അങ്ങനെ കുറേ പെക്യുലാരിറ്റീസ് ഉള്ള ആളുകളായിരിക്കും അത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ലബോറട്ടറി ഉപകരണങ്ങൾ, പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സിലിക്ക, ബോറോൺ ട്രൈ ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, ഇത് മൂന്നുമാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. മൂന്നാമത്തെ ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഓർ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഒപ്റ്റിക്കൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരണം? ലെൻസുകൾ. ഓക്കെ, ലെൻസ്, പ്രിസം ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഓർ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഇതിലുള്ള മെയിൻ ഘടകങ്ങൾ സിലിക്ക, ലെഡ് ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ്. ഇതിൽ പറഞ്ഞ ഈ പ്രധാന ഘടകങ്ങളില്ലേ, ഇത് മാത്രമൊന്നും ആവില്ല കേട്ടോ, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്രേഷനൊക്കെ ഉണ്ടാകും. ബട്ട് ഇതാണ് അതിൽ മെയിൻ കണ്ടൻറ്റ് ആയിട്ട് കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം.
എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകം എന്താണ്? യെസ്, ഇറ്റ്സ് സിലിക്ക. SiO2 സിലിക്ക. ഒരേ തരം ഗ്ലാസ്സിലും ഓരോ തരം ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങളെ കണ്ടെത്തൂ. അതാണിപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഗ്ലാസ്സുകളുടെ പൊതു സ്വഭാവം എഴുതി നോക്കൂ. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെങ്കിലും ഗ്ലാസിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ്? എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ. സുതാര്യത. അതാര്യ വസ്തുക്കളും സുതാര്യ വസ്തുക്കളും ഉണ്ട്. എന്താ സുതാര്യത? പ്രകാശം കടത്തിവിടുന്നു. ഗ്ലാസ്സിന് നമുക്ക് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തുള്ള സംഭവത്തിനെ കാണാൻ പറ്റുന്നില്ലേ? അത് ഗ്ലാസ് ഒരു സുതാര്യ വസ്തു ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് അതൊരു അതാര്യ വസ്തുവാണ്. ലൈറ്റ് കടത്തി വിടൂല. അതുകൊണ്ട് എന്തില്ല, നമുക്ക് ഒരു കാർഡ്ബോർഡ് നമ്മുടെ മുന്നിൽ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ നോട്ട്ബുക്ക്, അതൊന്നും നിങ്ങൾക്ക് നോട്ട്ബുക്കിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന സംഭവത്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഗ്ലാസ്സുകളിലൂടെ പ്രകാശം കടത്തിവിടും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെയും കൂടെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. സുതാര്യമാണ്, മിനുസമുള്ള ഉപരിതലമാണ്, രാസപരമായിട്ട് സ്ഥിരതയുണ്ട്, അടിച്ചാൽ പൊട്ടും. ഓക്കെ, ഇപ്പോൾ പേപ്പറോ അല്ലെങ്കിൽ റബ്ബറോ ഇരുമ്പോ പോലെയാണോ ഗ്ലാസ്സിന് നമ്മളൊരു പ്രഷർ കൊടുത്താൽ ബ്രിട്ടിൽ എന്ന് പറയും, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഗ്ലാസിൻ്റെ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ, പൊതുവായിട്ടുള്ള സവിശേഷതകൾ. ഓക്കെ, പിന്നെ പല നിറത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗ്ലാസ്സുകൾ നമ്മൾ കാണും. ഈ ഗ്ലാസ്സിന് എങ്ങനെയാണ് നിറം കൊടുക്കുക? ഗ്ലാസ്സിന് പെയിൻ്റ് അടിച്ചിട്ടാണോ നമ്മൾ ഈ പല കളേഴ്സ് ഓഫ് ഗ്ലാസ്സുകൾ ഉണ്ടാക്കുന്നത്? അല്ല. നിർമ്മാണ പ്രക്രിയയ്ക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഗ്ലാസ്സിന് നിറം നൽകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. കാഡ്മിയം സൾഫൈഡ് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത് കാഡ്മിയം സൾഫൈഡ് ആഡ് ചെയ്താൽ ആ ഗ്ലാസ്സിൻ്റെ നിറം മഞ്ഞ കളറായിരിക്കും. ഗോൾഡ് ക്ലോറൈഡ് ആണെങ്കിൽ റൂബി റെഡ് ആയിരിക്കും, നല്ല റെഡ്. പിന്നെ ക്രോമിയം ഓക്സൈഡ് ആണെങ്കിൽ പച്ച, കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ നീല. മനസ്സിലായോ? ഇതാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് ഈ ഗ്ലാസ് വരെയുള്ള ഈ ചാപ്റ്ററിൻ്റെ നോട്ടൊന്ന് നോക്കിയാലോ? ഇതുവരെ പറഞ്ഞിട്ടുള്ളതാണ്, സിമ്പിളാണ്, ബട്ട് നമുക്ക് അതിലൂടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഗ്ലാസ്സുകൾ എന്താ എന്നുള്ളതാണ്. മെറ്റീരിയൽ കെമിസ്ട്രി എന്താണെന്നും പ്രകൃതിദത്ത വസ്തുക്കളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പോലും നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഗ്ലാസ്സുകൾ എന്താ എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലാസ് നിർമ്മാണം. സിലിക്കേറ്റുകൾ ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായി പ്രവർത്തിച്ചാണ് ഗ്ലാസ്സുകൾ ഉണ്ടാകുന്നത്. എല്ലാതരം ഗ്ലാസ്സുകളിലും അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം സിലിക്കയാണ്, SiO2. ഓക്കെ, ഈ ഗ്ലാസ്സുകളുടെ പ്രത്യേകത എന്താണ്? ഗ്ലാസ്സുകൾക്ക് നിറം ലഭിക്കുന്നതിന് വ്യത്യസ്ത തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഗ്ലാസ്സുകളുടെ ഗുണങ്ങളിലെ വ്യത്യാസത്തിന് കാരണം അവയിലെ ഘടകങ്ങളിലെ വ്യത്യാസമാണ്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്സിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സുകളിൽ ചേർക്കുന്ന രാസവസ്തുവും അതിൻ്റെ നിറവും. കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ മഞ്ഞ കളർ വരും, ഗോൾഡ് ക്ലോറൈഡ് ചേർത്താൽ റൂബി റെഡ് വരും, ക്രോമിയം ഓക്സൈഡ് പച്ച, കൊബാൾട്ട് ഓക്സൈഡ് നീല. ആ കളേഴ്സ് ആട്ടോ മിസ് ഇവിടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഗ്ലാസ്സിന് ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ കിട്ടണമെങ്കിൽ ഇത്തരം രാസവസ്തുക്കൾ നമുക്ക് ചേർത്താൽ മതി. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞ പല ടൈപ്പ് ഗ്ലാസ്സുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളുടെ വാഹനങ്ങളിലെ ഗ്ലാസ്സുകൾ 2 ടൈപ്പ് ഗ്ലാസ്സുകളുണ്ട്. ലാമിനേറ്റഡ് ഗ്ലാസും ടെമ്പേർഡ് ഗ്ലാസും. ഇതെൻ്റെ മക്കളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ലാമിനേറ്റഡ് ഗ്ലാസ് സാധാരണയായി വിൻഷീൽഡിൽ മുൻ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ്. 2 ഗ്ലാസ് ഷീറ്റുകൾക്കിടയിൽ ഒരു PVB പോളിവിനൈൽ ബ്യൂട്ടൈറാൽ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് പാളി ഇടിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. പൊട്ടുമ്പോൾ മുഴുവനായി ചിതറാതെ ഒന്നിച്ച് പിടിച്ചു നിൽക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പേർഡ് ഗ്ലാസ് സാധാരണ ഈ സൈഡ് ഗ്ലാസ്സുകളും പിൻ ഗ്ലാസ്സുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ മുന്നിൽ ലാമിനേറ്റഡ് ഗ്ലാസും സൈഡിലും ബാക്കിലും ടെമ്പേർഡ് ഗ്ലാസ്സുമാണ് നോർമലി വെക്കാറ്. ഇത് പ്രത്യേകമായി ചൂടാക്കി തണുപ്പിച്ച് ശക്തിപ്പെടുത്തിയ ഗ്ലാസ്സാണ്. പൊട്ടുമ്പോൾ മൂർച്ചയുള്ള കഷ്ണങ്ങളാകാതെ ചെറുതായി തകർന്നു വീഴും, അതിനാൽ പരിക്ക് കുറയും. ആ 2 ഗ്ലാസ്സുകളുടെ പിക്ചേഴ്സാണ് മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, പൊട്ടിയാലും അങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ പൊട്ടുകയാണെങ്കിലും ഇങ്ങനെ കുഞ്ഞ് തരിതരിയായിട്ട് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകളുടെ ആ ഒരു പിക്ചറാണിത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? വാഹനങ്ങളിൽ കേട്ടോ, ടെമ്പേർഡ് ഗ്ലാസും ലാമിനേറ്റഡ് ഗ്ലാസും. അതുപോലെ മൊബൈൽ ഫോണിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകളിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഗൊറില്ല ഗ്ലാസ്സുകളാണ്.
ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് ആണ്. രാസപരമായി ശക്തിപ്പെടുത്തിയ ഗ്ലാസ് ആണ്. സ്ക്രാച്ച് വിരോധവും വീഴ്ചയിൽ നിന്ന് സംരക്ഷണവും നൽകുന്നു. ഗൊറില്ല ഗ്ലാസുകൾ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഒക്കെ പൊട്ടിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് മൊബൈൽ സ്ക്രീനുകൾ, ഡിസ്പ്ലേയിലൊക്കെ ഗൊറില്ല ഗ്ലാസ്സുകളാണ് കേട്ടോ. എൻ്റെ മക്കളെ നോട്ട് ചെയ്യണേ. ഇനി വിവിധ തരം ഗ്ലാസ്സുകളുണ്ട്, അവയുടെ ഘടകങ്ങൾക്കനുസരിച്ചെന്ന് പറഞ്ഞു. അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ബോറോസിലിക്കേറ്റ് ഗ്ലാസും ഫ്ലിൻറ്റ് ഗ്ലാസ്സുമാണ്. സോഫ്റ്റ് ഗ്ലാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന ഘടകങ്ങൾ സിലിക്ക, ബോറോൺ ട്രൈ ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് എന്നിവയൊക്കെയാണ്. ഇതിൽ ബോറോൺ ട്രൈ ഓക്സൈഡ് താപവികാസം കുറയ്ക്കുകയും അതുവഴി താപ ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഗ്ലാസ്സിന് നൽകുകയും ചെയ്യുന്നു. ഈ ഗ്ലാസുകൾക്ക് ഉയർന്ന താപപ്രതിരോധ ശേഷി, രാസപ്രതിരോധ ശേഷി, കുറഞ്ഞ താപവികാസ ഗുണാങ്കം എന്നീ സവിശേഷതകളുണ്ട്. ഫ്ലിൻറ്റ് ഗ്ലാസ് ഓർ ഒപ്റ്റിക്കൽ ഗ്ലാസ്, സിലിക്ക, ലെഡ് ഓക്സൈഡ്, ഉയർന്ന അപവർത്തനാങ്കം, പ്രകീർണന ശേഷി എന്നിവ നൽകുന്നു. ഗ്ലാസുകൾക്ക് നമ്മൾ ലെഡ് ഓക്സൈഡ് ആണല്ലോ അതിൽ ചേർക്കുന്നത്, അത് അപവർത്തനാങ്കവും പ്രകീർണന ശേഷിയും നൽകുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം ആധുനിക ഫ്ലിൻറ്റ് ഗ്ലാസുകളിൽ ലെഡ് ഓക്സൈഡിന് പകരം ടൈറ്റാനിയം ഡയോക്സൈഡ്, സിർക്കോണിയം ഡയോക്സൈഡ് എന്നിവ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഈ ബോറോൺ സിലിക്കേറ്റ് ഗ്ലാസും ഫ്ലിൻറ്റ് ഗ്ലാസിനെ കുറിച്ചിട്ട് മിസ് ജസ്റ്റ് 1-2 എക്സ്ട്രാ പോയിൻ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതിലെ ഘടകങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ ലെൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു, ലബോറട്ടറി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു ബോറോസിലിക്കേറ്റ്. അത് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഈ ബോറോസിലിക്കേറ്റാണ് നമ്മുടെ ഈ ബീക്കറിൽ കാണുന്നത്. ലെൻസ്, ഫ്ലിൻറ്റ് ഗ്ലാസ്, പിന്നെ നോർമൽ സോഫ്റ്റ് ഗ്ലാസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കൊണ്ടു.